കണ്ടുകഴിയുമ്പോൾ എൻ്റെ മോള് രഹന എങ്ങനെ അവളത് താങ്ങുമെന്ന് മാത്രമേ ഇപ്പോൾ. കലാഭവൻ നവാസ് മരണപ്പെട്ടത് ഹൃദയാഘാതം മൂലം തന്നെയെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. ഇനി നവാസിന് ആലുവ ടൗൺ ജുമാ മസ്ജിദിൽ വിശ്രമം. വേണ്ടതുപോലെ നവാസിനെ ഉപയോഗിച്ചില്ല. സത്യത്തിൽ നവാസ് സിനിമയിൽ സജീവമായി കൊണ്ടിരിക്കുന്ന നേരമായിരുന്നു ഇത്. ആ ഇടയിൽ തന്നെ അദ്ദേഹത്തിൻ്റെ അപ്രതീക്ഷിത വിയോഗം സർവരെയും വേദനിപ്പിച്ചു. പലർക്കും പറയാനുള്ളത് രഹിനയുടെ കാര്യം. എങ്ങനെ രഹിന ഈ കാര്യം സഹിക്കും? ഇവരുടെ സ്നേഹം കണ്ട് മനസ്സിലാക്കിയവർക്ക് ഒരിക്കലും ഈ വിഷമം രഹിനക്ക് താങ്ങാവുന്നതിലും അപ്പുറമാണെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. തികഞ്ഞ മനുഷ്യസ്നേഹി, ആരെയും ഒരു വാക്കുകൊണ്ട് പോലും നോവിക്കാത്ത നവാസ് തീർച്ചയായും മനുഷ്യൻ്റെ അവസ്ഥകളെക്കുറിച്ച് ബോധമുള്ള ആളായിരുന്നു. അതുകൊണ്ട് തന്നെ പല അഭിമുഖത്തിലും അദ്ദേഹം മനുഷ്യൻ്റെ അവസ്ഥാന്തരങ്ങളെക്കുറിച്ച് പറയുന്നു. നമുക്ക് യാതൊരു ഗ്യാരണ്ടിയില്ലെന്നും ഇവിടെ നിന്ന് എഴുന്നേറ്റ് പോകുമോ എന്നുള്ള കാര്യം പോലും നിശ്ചയിക്കാൻ കഴിയില്ല എന്നുള്ളതും അത്രയുള്ളൂ മനുഷ്യൻ്റെ കാര്യത്തിൽ. കലാഭവൻ നവാസിൻ്റെ വിയോഗമറിഞ്ഞ സർവരും പറഞ്ഞത് ഒരിക്കലും വിശ്വസിക്കാൻ കഴിയാത്തൊരു കാര്യമെന്നും സങ്കടം അടക്കാനാകുന്നില്ല എന്നും. 4 മണി മുതൽ ആലുവ ടൗൺ ജുമാ മസ്ജിദിൽ നവാസിൻ്റെ മൃതശരീരം പൊതുദർശനത്തിന് ശേഷം സംസ്കരിക്കും. ചുരുക്കം ചിത്രങ്ങളിലൂടെ ശ്രദ്ധേയായ നടിയാണ് രഹ്ന. പ്രണയിച്ചാണ് കല്യാണം കഴിച്ചതെന്നാണ് പലരുടെയും ധാരണ. എന്നാൽ വീട്ടുകാർ ആലോചിച്ചുറപ്പിച്ച വിവാഹമായിരുന്നു രഹ്നയുടേതും നവാസിൻ്റേതും. ഒരു സിനിമയിൽ ഇരുവരും ജോഡിയായി അഭിനയിച്ചിരുന്നു. ഈ സമയത്ത് നവാസിന് കല്യാണം ആലോചിക്കുന്നുണ്ടായിരുന്നു. ഒരു ദിവസം സെറ്റിലെത്തിയ അനുജൻ നിയാസാണ് രഹിനയെ കല്യാണം ആലോചിച്ചത്. പിന്നീട് വീട്ടുകാർ വിവാഹമുറപ്പിച്ചു. ഈ സിനിമ പരാജയപ്പെട്ടെങ്കിലും ഇരുവരുടെയും ജീവിതം വൻ ഹിറ്റായി മാറി. 3 മക്കളാണ് ദമ്പതികൾക്കുള്ളത്. മലയാള സിനിമയിൽ ഒട്ടേറെ താരദമ്പതികളുണ്ടെങ്കിലും രഹിനയും നവാസിനെയും പോലെ മറ്റാരെയും ഇതുവരെ ആരും കണ്ടില്ല. അത്രയേറെ സ്നേഹവാത്സല്യമായിരുന്നു ഇരുവരുടെയും ഇടയിൽ. സഹിക്കാനാകാത്ത വേദന തന്നെയാണ് ഇത് രഹനക്ക് നൽകുന്നത്. ഈ വിയോഗം ഒരിക്കലും മനസ്സിൽ പോലും കരുതി കാണില്ല. നന്നായി ആരോഗ്യം സൂക്ഷിക്കുന്ന നവാസിന് ഇങ്ങനെ സംഭവിച്ചതിൽ കൂട്ടുകാർക്കും സഹപ്രവർത്തകർക്കുമെല്ലാം അത്ഭുതം തന്നെയാണ് ഇത് നൽകുന്നത്. അതുകൊണ്ട് തന്നെ ഈ കാര്യം വിശ്വസിക്കാനാകുന്നില്ല എന്നാണ് പലരും അഭിപ്രായപ്പെടുന്നത്. ഇത് സഹിക്കുവാനുള്ള ക്ഷമ നൽകി ഈ കുടുംബത്തെ ദൈവം അനുഗ്രഹിക്കട്ടെ. വീട്ടിലേക്ക് പുറപ്പെടാനിരിക്കെയാണ് നവാസിന് ഇത്തരത്തിൽ അന്ത്യമുണ്ടായത്. ഹോട്ടൽ ജീവനക്കാരൻ ഫോൺ വിളിച്ചപ്പോഴും എടുത്തില്ല. പിന്നീട് മുറിയുടെ കതക് മുട്ടിയപ്പോൾ തുറന്നില്ല. പിന്നീടാണ് വാതിൽ അകത്തുനിന്ന് പൂട്ടിയിട്ടില്ല എന്നുള്ള കാര്യം മനസ്സിലായത്. വാതിൽ തുറന്നു നോക്കിയപ്പോൾ വാതിലിനരികെ താഴെ കിടക്കുന്ന നവാസിന് അപ്പോഴും ജീവനുണ്ടായിരുന്നു. നവാസിൻ്റെ മൃതദേഹം ഇപ്പോൾ ആലുവയിലെ വീട്ടിലെത്തിച്ചു. നവാസിൻ്റെ മാതാവിൻ്റെയും രഹിനയുടെയും 3 മക്കളുടെയും അവസ്ഥ വിഷമം തന്നെ അത് കണ്ടു നിന്നവർക്കാകെ നൽകിയത്. എനിക്കിതൊന്നും മനസ്സിലാവണില്ല. കണ്ടുകഴിയുമ്പോൾ എൻ്റെ മോള് രഹന അവളെ ഓർക്കുമ്പോൾ എനിക്ക് സഹിക്കാൻ പറ്റില്ല. വേറൊന്നും പറയാനില്ല. മാനസികാവസ്ഥയല്ല എനിക്ക്. നവാസ് ഇത്രയും പെട്ടെന്ന് ഞങ്ങളെ വിട്ടുപോകുന്നത് ഒട്ടും പ്രതീക്ഷിച്ചിട്ടില്ല. സഹിക്കാൻ പറ്റുന്നില്ല. രഹനയുടെ കാര്യവും പിള്ളേരും 3 കുട്ടികളൊക്കെ ഉള്ളതല്ലേ. എങ്ങനെ അവളത് താങ്ങുമെന്ന് മാത്രമേ ഇപ്പോൾ വിഷമം. കൂടുതലൊന്നും പറയാനില്ല.